ശ്രീ വേണു രാജാമണി, G7 ഉച്ചകോടിക്കിടെ അവിടുത്തെ സംയുക്ത പ്രസ്താവനയിൽ ഒപ്പുവെക്കാതെ ഡൊണാൾഡ് ട്രംപ് മടങ്ങി. കൂടുതൽ പടക്കപ്പലുകളും വിമാനങ്ങളും യുദ്ധവിമാനങ്ങളും വെസ്റ്റ് ഏഷ്യ ലക്ഷ്യമാക്കി നീങ്ങുന്നു. എന്തായിരിക്കും അമേരിക്കയുടെ അടുത്ത നീക്കം എന്ന കാര്യത്തിൽ അവ്യക്തതകൾ നിലനിൽക്കുകയാണ്. ഈ ഒരു സന്ദർഭത്തിൽ പ്രത്യേകിച്ച് ഇസ്രായേൽ കൂടുതൽ ആക്രമണം നടത്തുന്നു, ഇറാന്റെ പ്രത്യാക്രമണവും അതേ തോതിൽ തന്നെ നടക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ ഇസ്രായേൽ ഇറാൻ യുദ്ധസമാനമായ ഈ സംഘർഷത്തിന് അയവ് വരുത്താൻ ഒരു നയതന്ത്ര നീക്കത്തിലൂടെയുള്ള ഒരു സാധ്യത താങ്കൾ കാണുന്നുണ്ടോ? അതല്ലെങ്കിൽ ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത്? ഇന്നത്തെ സാഹചര്യം എടുത്തു നോക്കിയാൽ ഒരു നയതന്ത്ര നീക്കത്തിനുള്ള ഒരു അവസരം ഒന്നും കാണുന്നില്ല. പലരും അതിനുവേണ്ടി ശ്രമിക്കുന്നുണ്ട്. അറബ് രാജ്യങ്ങൾ, റഷ്യ, തുർക്കി മുതലായ രാജ്യങ്ങളെല്ലാം ഒരു ഡീ എസ്കലേഷൻ എങ്ങനെ സാധിക്കും എന്ന് ചിന്തിക്കുകയും അതിനുവേണ്ടി ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. ഇറാൻ അറബ് മധ്യസ്ഥർ വഴി അവർ ചർച്ചകൾക്ക് തയ്യാറാണ്, ഒത്തീർപ്പിന് തയ്യാറാണ് എന്ന് സന്ദേശം നൽകിയിട്ടുണ്ട് എന്നുള്ള വാർത്തയും പുറത്തു വന്നിട്ടുണ്ട്. എന്നാൽ ഗോപീഷ്ണൻ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ യഥാർത്ഥത്തെ സാഹചര്യം വളരെ അവ്യക്തമാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം എന്ന് പറയുന്നത് അമേരിക്ക നേരിട്ട് ഡയറക്റ്റായിട്ട് ഈ യുദ്ധത്തിൽ പങ്കാളിയാകുമോ എന്നുള്ളതാണ്. ഇന്നത്തെ വാർത്തകൾ എടുത്തു നോക്കിയാൽ ഇറാന്റെ ആണവ ആയുധ കേപ്പബിലിറ്റീസ് മുഴുവൻ നശിപ്പിക്കാനായി അമേരിക്കയുടെ ബങ്കർ ബസ്റ്റർ ബോംബ്സ് ആവശ്യമുണ്ട്. ആ ബോംബ്സ് അമേരിക്കയുടെ കൈവശം മാത്രമേ ഉള്ളൂ. അത് അമേരിക്ക നേരിട്ട് പങ്കുചേർന്നാലേ അത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഒരു വശത്ത് ട്രംപിന്റെ വലിയൊരു കോൺസ്റ്റിറ്റ്യുവൻസി, ഇവര് ട്രംപിനെ പിന്തുണയ്ക്കുന്ന വലിയ വിഭാഗം ആൾക്കാര് മറ്റൊരു യുദ്ധത്തിൽ അമേരിക്ക പങ്കാകുന്നതിൽ താല്പര്യപ്പെടുന്നില്ല. അതേസമയം ഇന്നത്തെ സാഹചര്യത്തിൽ അമേരിക്ക കൂടെ പങ്കുചേർന്നാൽ ഇറാനെ കീഴ്പ്പെടുത്താൻ സാധിക്കും, ഇറാന്റെ ന്യൂക്ലിയർ ഫെസിലിറ്റീസ് മുഴുവൻ ഇല്ലാതാക്കാൻ സാധിക്കും, വേണ്ടി വന്നാൽ ഒരു റെജീം ചേഞ്ചും സാധ്യമാകും എന്നൊരു വിശ്വാസം ട്രംപിനുണ്ട്. അപ്പൊ ഇതിൽ ഏത് തീരുമാനം അദ്ദേഹം എടുക്കും എന്നുള്ളത് വ്യക്തമല്ല, വരും ദിവസങ്ങളെ തെളിയിക്കുകയുള്ളൂ. ശ്രീ വേണു രാജാമണി, യഥാർത്ഥത്തിൽ ഇസ്രയേൽ പറയുന്നത് പോലെ ഒരു അണ്വായുധ നിർമ്മാണത്തിന്റെ വക്കിൽ ഇറാൻ എത്തി എന്നത് എത്രത്തോളം ലോകത്തെ ബോധ്യപ്പെടുത്താൻ ഇസ്രായേലിനും അമേരിക്കയ്ക്കും കഴിഞ്ഞിട്ടുണ്ട്? ഇപ്പോൾ ഇന്ന് നമുക്ക് പുറത്തു വരുന്ന വിവരങ്ങൾ നോക്കുമ്പോൾ IAEAയുടെ ഡയറക്ടർ ജനറൽ റാഫേൽ ഗ്രോസി തന്നെ പറഞ്ഞതായി പുറത്തു വരുന്ന റിപ്പോർട്ട്, വി ഡിഡ് നോട്ട് ഹാവ് എനി പ്രൂഫ് ഓഫ് എ സിസ്റ്റമാറ്റിക് എഫേർട്ട് ബൈ ഇറാൻ ടു മൂവ് ടുവേർഡ്സ് എ ന്യൂക്ലിയർ വെപ്പൺ എന്ന അദ്ദേഹത്തിൻ്റെ ഒരു പ്രസ്താവന കണ്ടു. അതായത് ആ നിലയ്ക്ക് ഒരു അണ്വായുധ നിർമ്മാണത്തിന്റെ വക്കിലേക്ക് ഇറാൻ എത്തിയതിൻ്റെ ഒരു തെളിവും ഇല്ല എന്ന് അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി പറയുമ്പോൾ ഇറാൻ ഏതാണ്ട് 90% യുറേനിയം സമ്പുഷ്ടീകരണത്തിന് അടുത്തെത്തിയിരിക്കുന്നു, അണ്വായുധത്തിലേക്ക് എത്തുന്നു എന്നൊക്കെയുള്ള വാദം എങ്ങനെയാണ് ലോകത്തിന് ബോധ്യപ്പെടുക? അങ്ങനെയാണെങ്കിൽ താങ്കൾ രണ്ടാമത് പറഞ്ഞ കാര്യം, അതായത് ഒരു റെജീം ചേഞ്ച്, ഒരു ഭരണമാറ്റം ഇറാഖിലും ലിബിയയിലും അഫ്ഗാനിസ്ഥാനിലുമൊക്കെ അമേരിക്ക ഇടപെട്ട് നടത്തിയതുപോലെ അങ്ങനെ ഒരു ഗൂഢപദ്ധതിയാണോ ഈ ആക്രമണത്തിന് പിന്നിലുള്ളത്? അങ്ങനെയാണെങ്കിൽ അമേരിക്ക സൈനിക രംഗത്തേക്ക് ഇറങ്ങുന്നത് നമ്മൾ കാണേണ്ടി വരില്ലേ? ഒരു റെജീം ചേഞ്ച് ഇതിന്റെ പിന്നിലൊരു ഉദ്ദേശമാണ് എന്നുള്ളതിനെ കുറിച്ച് യാതൊരു സംശയവുമില്ല. അത് ഇസ്രായേൽ പ്രധാനമന്ത്രി തന്നെ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുള്ള കാര്യമാണ്. എന്നാൽ അത് വിജയിക്കുമോ ഇല്ലയോ എന്നുള്ളത് വലിയൊരു ചോദ്യമാണ്. അമേരിക്ക യുദ്ധത്തിൽ പങ്കുചേർന്നാലും അവിടെ ഒരു റെജീം ചേഞ്ച് ഉണ്ടാകേണ്ട ആവശ്യമില്ല. മാത്രമല്ല, ഇവര് ഇസ്രയേലിന്റെ അണ്വായുധം നിർമ്മിക്കാനുള്ള കേപ്പബിലിറ്റീസ് നശിപ്പിക്കാൻ വേണ്ടി എന്ന് തുടങ്ങി വെച്ചിരിക്കുന്ന ഒരു യുദ്ധം യഥാർത്ഥത്തിൽ ഇറാന്റെ ന്യൂക്ലിയർ കേപ്പബിലിറ്റീസ് നശിപ്പിക്കാൻ വേണ്ടി എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്രയേൽ തുടങ്ങി വെച്ച യുദ്ധം യഥാർത്ഥത്തിൽ ഇറാനെ കൂടുതൽ ആ ഒരു ന്യൂക്ലിയർ വെപ്പൺസിലേക്കാണ് തള്ളിവിടുന്നത്. ഇന്നത്തെ സാഹചര്യത്തിൽ തീർച്ചയായും ഡയറക്ടർ ജനറൽ ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസി പറയുന്നത് തന്നെയാണ് ശരി. ഇസ്രായേലിനോ അമേരിക്കയോ പറയുന്നതിനേക്കാൾ എത്രയോ കൂടുതൽ ക്രെഡിബിലിറ്റി അദ്ദേഹത്തിനാണ് ഉള്ളത്.
അദ്ദേഹം ഒരു UN ഒഫീഷ്യലാണ്, ഒരു ഇന്റർനാഷണൽ ഏജൻസിയുടെ ഹെഡാണ്. അദ്ദേഹം പറയുന്നതാണ് ശരി. എന്നാൽ സങ്കടകരമായ അവസ്ഥ എന്ന് പറയട്ടെ, ഇന്ന് മൈറ്റ് ഇസ് റൈറ്റ് എന്നൊരു സാഹചര്യമാണ്. ഇസ്രയേലിന് ആ മിഡിൽ ഈസ്റ്റിൽ എന്ത് വേണമെങ്കിലും ചെയ്യാം എന്ന ഒരു സ്ഥിതിയിലാണ്. ഇസ്രയേലിന് പൂർണ്ണ പിന്തുണ അമേരിക്കയിൽ നിന്നുമുണ്ട് എന്നുള്ളതാണ് വളരെ ദുഃഖകരമായ ഒരു വസ്തുത.